പറഞ്ഞ അസൂയാണ്, എല്ലാവർക്കും അസൂയ. എന്താണെന്നറിയാമോ, എനിക്ക് കുറച്ച് പ്രായ കൂടുതലുണ്ട്. ഞാൻ കെട്ടിയത് പ്രായം കുറഞ്ഞ ഒരു പെണ്ണിനെയാണ്. ഇതുകൊണ്ട് എല്ലാവർക്കും അസൂയ. എന്റെ വീട്ടിന്റെ അവിടെ പന്തല കണ്ടിട്ട് ഒരുത്തം വിളിച്ച് ചോദിക്കാണ്, ഡേയ് മിറ്റത്ത് ടാർപ്പയും കസേര മേശയെ കിടക്കണല്ലേ, നിന്റെ അവിടെ ആരെങ്കിലും മരിച്ചാ? ഞാൻ പറഞ്ഞടാ എന്റെ കല്യാണം ഉണ്ടാ എന്ന് പറഞ്ഞോ പറയണ്, പോടാ ഏപ്രിൽ ഫൂളാക്കാതെ. എന്തായാലും ഒരു കാര്യമുണ്ട്, ഇത്രയും പ്രായമായെങ്കിൽ ഇരുന്നിരുന്ന ഒരു കിളിയെ തന്നെ എനിക്ക് കിട്ടി. ആ കിളി ഇപ്പൊ വരും, ആ കിളിയെ ഞാൻ വളർത്തും, ആ കിളി മുട്ടയിടും, മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ വരും, എന്ന് കുഞ്ഞുങ്ങളുമായിട്ട് ഞാൻ ഇവിടെ കിടന്ന് പറക്കും. എന്റെ കിളിയേ, ചൂടാ? ചൂടാണെങ്കിൽ ഫാൻ ഓൺ ചെയ്യാ. അയ്യോ, ഞാൻ ഇതിനെ വിളിച്ചതാ. എന്നെ വിളിച്ചാണോ ചൂടാന്ന്? അയ്യോ ചൂടാന്നൊന്നും വിളിക്കരുത്, ഭർത്താവിനെ ചേട്ടൻ ഇച്ചായൻ എന്നൊക്കെ വേണം വിളിക്കാൻ. ഇച്ചായ മൊത്തം തന്ത വൈബാണല്ലേ? ഇപ്പൊ തന്തയാവാൻ പറ്റൂല, ഒരു കൊല്ലം കഴിഞ്ഞ തന്തയാവാൻ പറ്റും. ഇച്ചായ നമുക്കൊന്ന് ചില്ലാവണ്ടേ? പിന്നെ ഈ ചില്ലെന്ന് പറഞ്ഞ എന്താ? നമുക്കിപ്പോളേ ഈ കിരികിരാന്നൊരു സാധനം വരത്തില്ലേ ഇച്ചായ? അത് വന്ന് രാവിലെ നിന്നെ താലി കിട്ടിയ സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു കിരികിരാന്ന് വന്ന്, ആ കിരികിരിലാണ് ഞാൻ ഇപ്പോഴും. പിന്നെ ദൂരോട്ടേക്ക് ഇങ്ങോട്ട് അടുത്തോട്ട് നില്ലേ. അയ്യോ പഠിച്ചോ, നിങ്ങക്ക് ദൂരക്കാഴ്ചയില്ലേ? ആരോടും ദൂരക്കാഴ്ചയില്ലെന്ന്, എനിക്ക് ആവശ്യത്തിന് ദൂരക്കാഴ്ചയുണ്ട്. എന്നാ പറ, ജനാലിന്റെ അപ്പുറത്ത് നിൽക്കുന്നാരാ? അതൊരു വാഴയില്ലേ? അയ്യോ, അത് നിങ്ങൾ അളിയനാണ്. അതാണ് പറഞ്ഞത്, അതൊരു വാഴയെന്ന്. പിന്നെ സമയം പോണ്, ശാന്തി മുഹൂർത്തം 9:09 ഇങ്ങോട്ട് ഇരുന്നാണ്. അയ്യോ ഇച്ചായ, ഓ ഞാനൊരു കാര്യം പറയട്ടെ? പറഞ്ഞോ. എനിക്ക് ഇച്ചായന്റെ കോമഡി കേട്ടിട്ട് ജീവിതകാലം മുഴുവൻ അങ്ങ് ചിരിക്കണം. 3 മിനിറ്റ് കോമഡി പറഞ്ഞ് ചിരിപ്പിക്കാൻ പറ്റാതെ വെട്ടി വേർത്ത് കാലിക്കൂടെ മൂത്രമാണോ വേർപ്പാണോ പോണേന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് ജീവിതകാലം മുഴുവൻ ചിരിക്കണോന്ന് നടന്ന കേസ്. അതൊക്കെ പോട്ട്, ഇച്ചായൻ എന്താ കെട്ടാൻ വയ്യേ? ടുണ്ടുണ്ടും ബി കേട്ട് മുഹൂർത്തമായപ്പോ ഞാൻ ചാടി വീണ് കെട്ടിയില്ലേ? അയ്യോ അതല്ലെന്ന്, ഇച്ചായൻ ഇത്രയും പ്രായമൊക്കെ ആയില്ലോ. അപ്പൊ ഇച്ചായന്റെ പ്രായത്തിലുള്ള പെണ്ണിനെ കെട്ടാണ്ട് എന്നെ കെട്ടിയത് എന്താന്ന്? അതെന്താന്നറിയാവോ, ഞാൻ എന്റെ പ്രായത്തിലുള്ള ഒരു പെണ്ണിനെ കെട്ടി അവളെ കൊണ്ട് റോഡേ പോകുമ്പോ ആളുകൾ പറയും, ദോണ്ടടാ ഒരു കിളവനും കിളവിയും പോണെന്ന്. അതേസമയം ഇവളെ കൊണ്ട് കിടന്നാ പറയും, നോക്കടാ ഒരു ഇളയ കൊച്ചു അതിന്റെ മൂത്തതും പോണെന്ന്. നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് വൈബൊന്നും വന്നില്ല. അയ്യോ എന്റെ വൈഫ് വന്നല്ലോ, നമുക്ക് തുടങ്ങാം. എനിക്ക് വൈബ് വന്നില്ലാന്ന്. നിനക്കും വൈഫുണ്ടോ? ദൈവമേ, കാലം പോയ പോക്കെ പെണ്ണുങ്ങൾക്കും വൈഫുണ്ടെന്ന്. നിങ്ങൾ എന്തുവാ പറയുന്നേ? ഈ ന്യൂജൻ വാക്കുകളാ ഇതൊക്കെ. നമ്മൾ ഈ ന്യൂജൻ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കാതെ നമുക്ക് ന്യൂജൻ തലമുറ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാം. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, വളർത്തണം. എനിക്കിപ്പോ മക്കള് വേണ്ട. എന്താ കാര്യം? എനിക്ക് പഠിക്കണം, എന്റെ പഠിപ്പ് കഴിഞ്ഞിട്ട് മതി മക്കള്. ഇതിൽ കൂടുതൽ എന്തോന്ന് ഇത്ര പഠിക്കാതിരിക്കുന്നത്? നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് എനിക്ക് അങ്ങ് റൊമാൻസ് വരുന്നില്ലല്ലോ. അതെന്താ വരാത്തെ? അറിയില്ല, മെല്ലെ പതുക്കെ വരത്തുള്ളൂ. എന്റെ പൊന്നുകുഞ്ഞെ, ഞാൻ ഒരു കാര്യം പറയാം. ആന്ധ്രയിൽ നിന്ന് അരിയും കൊണ്ട് കേരളത്തിൽ വന്നിട്ട് വെപ്രാളപ്പെട്ട് പോവാൻ നിൽക്കുന്ന ഡ്രൈവർ അവസ്ഥയാണ്. എന്നെ നീ കുഴക്കരുത്. ഇച്ചായൻ വന്നേ. ഇച്ചായൻ എന്നെ കല്യാണം കഴിച്ചപ്പോഴേ ഇച്ചായന്റെ കൂട്ടുകാരെന്താ പറഞ്ഞേ? അവര് ചോദിച്ചടാ, ചീറി പഞ്ഞേറിന വന്ദേ ഭാരതിൽ നീ എങ്ങനെയാടാ ചാടിക്കേറിയെന്ന്. ഇച്ചായ, എനിക്ക് ഒരു കിരികിരിപ്പ് വരുന്നു. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്ന സ്റ്റേബസ് തിരിച്ചു ഓടി. കോഴിയാണോ അതോ മുട്ടയാണോ ആദ്യം ഉണ്ടായത്? പൗൾട്രി ഫാം, അവിടെയാണല്ലോ ഈ കോഴി മുട്ടയൊക്കെ ഉള്ളത്. ഞാൻ ഇവിടെ കുഞ്ഞുങ്ങളെ വിരിക്കണ കാര്യം ആലോചിക്കുമ്പോ അവള് കോഴിയുടെ മുട്ട വിരിയണ കാര്യം ആലോചിക്കണം. ഒന്നല്ല അല്ല. പിന്നെ നിങ്ങളവിടെ പോവാ, നിങ്ങൾ എന്താ നോക്കുന്നത്? അല്ല, എന്റെ വീടിന്റെ ഈ സൈഡിൽ ഒരു ബാറ്ററി ഉണ്ടായിരുന്നേ, അതിന്റെ അവസ്ഥയാണ് എനിക്കിപ്പോ. ചാർജ് കയറുന്നില്ല, അത് തന്നെ, അല്ല വേറൊന്നും. പിന്നെ എന്റെ മോള് ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? ഞാനാ? എനിക്ക് സന്തോഷം. എടാ സെബാസ്റ്റ്യ, നീ ലക്കിയാ, നീ ലക്കിയാ. അപ്പൊ ആരെയും പ്രേമിച്ചിട്ടില്ല? അതല്ല, 10 എണ്ണത്തിന് തേച്ചങ്ങ് വിട്ട്. പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇച്ചാൻ ആരെയും പ്രേമിച്ചിട്ടുണ്ടോ? നീ ഇന്ന് ഉച്ചയ്ക്ക് വീട്ടിൽ വന്നപ്പോ ചോറുണ്ടായിരുന്ന? അപ്പൊ ഒരു മീൻകറി കഴിച്ചായിരുന്ന? എങ്ങനെ ഉണ്ടായിരുന്നു? ഫ്രഷ്. അതുപോലെ ഫ്രഷ്. പിന്നെ ഞാൻ താലി കെട്ടുന്ന സമയത്തെ നിന്റെ അടുത്തൊരു ചുവന്ന ഷർട്ടിട്ട ഒരുത്ത ഇങ്ങനെ ചിരിച്ചോണ്ട് നിന്നെ തന്നെ നോക്കിയെന്നല്ലേ, അതാരാണ്? എന്റെ മാമന്റെ മോയെ. അവന് നീ തമ്മിലുള്ള ബന്ധം? എന്റെ അമ്മേന്റെ ആങ്ങളെന്റെ മോയെ. അവൻ നിന്നെയാണല്ലോ നോക്കി നിന്നത്, അപ്പൊ നീയും അവനും തമ്മിലുള്ള ബന്ധം. അവൻ എങ്ങനെ നോക്കിയാലും എന്റെ അമ്മേന്റെ ആങ്ങളെന്റെ മോനാണ്. അതല്ല, അവൻ നിന്റെ കണ്ണിലാണല്ലോ നോക്കി നിന്നത്, അപ്പം നീയും അവനും തമ്മിലുള്ള ബന്ധം. അത് ചിലപ്പോ
പറയട്ടെ. ഓൻല്ലേ ഓന്റെ അമ്മേന്റെ ആങ്ങളേന്റെ മോനാണ്. കുട്ടിയിലെ ഞാൻ പോണ്ട. ഞാൻ വയറ്റിൽ ചെന്നിട്ട് കാര്യമായിട്ട് വരെ നടന്നു നോക്കണം. ജീവിക്കാൻ സമ്മതിക്കൂല. അത് തന്നെ മുളുസേ, ഒരു കാര്യം ചോദിക്കട്ടെ, എന്നിൽ എന്താ നിനക്ക് ഇഷ്ടമായേ? ഇതൊരു സൂപ്പർ മാർക്കറ്റിന് മുന്നിൽ വെച്ച് ഞങ്ങൾ ചോദിക്കുന്ന എന്തെങ്കിലുമൊക്കെ കാണിച്ചു തരാം. ഈ ആക്രിക്കടേന്റെ മുന്നിലൊക്കെ വെച്ചിട്ട് ഞാൻ എന്തോ പറയാനാ? മുളുസേ, 9 പോകുന്നു. നമ്മളെ കിരികിരിപ്പ് ഒരുമിക്കാൻ പോവുകയാണ്. ഐശ്വര്യ, നിങ്ങൾക്ക് തൈറോയ്ഡ് ഉണ്ട്? വീട്ടിന്റെ പടിഞ്ഞാറ് വശത്ത് ഒരു ബൈ റോഡ് ഉണ്ട്. വെഞ്ഞാറമുട്ടിലെ നോബി മാർക്കോസ് അല്ലേ? എടാ, വെഞ്ഞാറമുട്ടിന്ന് ഒരു ഗുഡ്സാ ടൈം വിളിച്ചോണ്ട ഒരു കട്ടിൽ ഇവിടെ കിടക്കണമെന്ന് നിനക്ക് തരാം. എന്തായാലും നീ ഞങ്ങളെ കോമഡി കൊണ്ട് ഇരുന്നുറങ്ങിയല്ലേ, ഇനി ആ കട്ടിൽ കിടന്നുറങ്ങി. പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞു, മര്യാദക്കല്ലേ ഈ കട്ടിൽ ഞാൻ കത്തിക്കും. എന്നോട് ദേഷ്യപ്പെടുകയാണ്? അയ്യോ, ദേഷ്യപ്പെട്ടതല്ല, എന്റെ സ്വഭാവം ഇങ്ങനെ ആണില്ലേ? എന്താ പ്രശ്നം? ഇച്ചായന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഇച്ചായ ന്യൂജനല്ല. ഞാൻ ന്യൂജനാ. ന്യൂജന്മാർക്ക് പറ്റിയ എല്ലാ കഴിവും എനിക്കുണ്ട്. സത്യമായിട്ടുണ്ട്. അങ്ങനെയാണോ? എന്നാ പിന്നെ എന്റെ കൂടെ ഡാൻസ് കളിക്കാൻ പറ്റും? എന്ത് 18 ഡാൻസ് കളിക്കും? പറ. പിന്നെ മ്യൂസിക്. ಇದು ನವ ಸುಮಶರವಲ ಇದಲಹರಿ ಸುಖ ನದಿಯಿಲೊರನುಪಮ ಶಲಭ ആലസം ഒരുങ്ങി. അതെ, എന്റെ അമ്മമ്മ ഒരു കാര്യം പറഞ്ഞീനു. പണ്ട് പറഞ്ഞാ, വയ്യാത്ത പട്ടി കയ്യാലെ കയറാൻ പോവല്ലേന്ന്. അയ്യോ, ആ പഴഞ്ചൊല്ലല്ല ഇവിടെ ആപ്റ്റ്. ഇവിടെ ഒരു കടങ്കഥയാണ് ആപ്റ്റ്. എന്തോന്നാ? കാള കിടക്കും കയറോടും. എന്ന് വെച്ചാ ഞാൻ ഇവിടെ കിടക്കാം, നീ പോയി ഒരു ആംബുലൻസ് വിളിച്ചോണ്ട് വാടി. പൊട്ടി മുകളിലോട്ട് പോയേ. എന്റെ ഉയരെരിഞ്ഞ് മുകളിലോട്ട് പോയതാണ്. നാട്ടുകൂട്ടം, എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ പെർഫോമൻസ്? നല്ലായിരുന്നു. ട്രിവാൻഡ്രത്തു നിന്നുള്ള റിവ്യൂ ആട്ടോ ആ കേൾക്കുന്നത്. അടിപൊളിയായിരുന്നു. കൊച്ചിയിലും കോഴിക്കോടും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ പടം ഹിറ്റാണോന്ന് അറിയാം. ഞാൻ മുംബൈ വരെ പോയിട്ട് വരട്ടെ പടത്തിന്റെ കാര്യം അറിയാൻ. ഓക്കെ, പറഞ്ഞു ചേച്ചി. ഭയങ്കര നല്ലൊരു എനർജി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറയില്ലേ, യൂഷ്വലി ഐശ്വര്യക്കാണ് കുറച്ചുകൂടി എന്താ പറയാ, ഒരു വലിയൊരു ആർട്ടിസ്റ്റിന്റെ കൂടെ പെർഫോം ചെയ്യാന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റ് ആണ്. എനർജി മാച്ച് ചെയ്യണം. നെർവസ്നെസ്സോ പേടിയോ അതൊന്നും ഐശ്വര്യന്റെ ഫേസിലോ പെർഫോമൻസിലോ എവിടെയും കണ്ടില്ല. സൂപ്പറായിരുന്നു. നന്നായിട്ട് ബാറ്ററി ചാർജ് ആയിട്ടുണ്ട്. ഇനി എത്രയാണെന്ന് അറിയാം. ഇപ്പൊ പറയണ്ട. ബോംബെ അവിടെ നിൽക്കട്ടെ. ബോംബെ ലൈൻ കാട്ട്. ഇനി അങ്ങോട്ടേക്ക് ഞാൻ പോവുകയാണ്. അല്ല, നല്ല കിരിയിരിപ്പുണ്ടായിരുന്നു സ്കിറ്റ്. അതാണ് നല്ല കിരിയിരിപ്പായിരുന്നു. നല്ല കിരിയിരിപ്പ് എല്ലാവർക്കും. ഐശ്വര്യ നല്ലതായിരുന്നു. കാര്യം ജയചന്ദ്രൻ ഒരുപാട് ക്യാരക്ടർ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ചേച്ചി പറഞ്ഞ പോലെ കൂടെ പിടിച്ച് ഇച്ചിരി പാടണം. പക്ഷെ ഐശ്വര്യ നന്നായിട്ട് മാനേജ് ചെയ്ത്. ജയചന്ദ്രൻ ചേച്ചി ഞങ്ങൾ ഒരുമിച്ച് നാടകം പിന്നെ കളിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. നമ്മളെ നാടകമോ? അല്ല, ഞാൻ പെർഫോമൻസ് പെർഫോമൻസ് ഒക്കെ അല്ല, ഞങ്ങള് സ്റ്റേജിൽ നാടകം കളിച്ചിട്ടുണ്ട്. മറ്റേ എന്ത് നാടകം? പ്രൊഫഷണൽ നാടകം. പൊറാട്ട് നാടകം. ജയചന്ദ്രൻ പ്രൊഫഷണൽ ഡ്രാമ ആർട്ടിസ്റ്റ് ആയിരുന്നു. ഞങ്ങള് കുറെ TV പ്രോഗ്രാംസ്, കുറെ ഡ്രാമ ഞങ്ങൾ ഒരുമിച്ച് അടിപൊളിയായിരുന്നു. ഗംഭീരം, അടിപൊളി എനർജി. അപ്പൊ നമ്മളെല്ലാരും കൂടെ എത്രത്തോളം ചിരി ഇതിൽ കൊടുത്തു, അതിനനുസരിച്ച് എത്രത്തോളം ചാർജ് ബാറ്ററിയിൽ കയറി എന്നുള്ളത് നമുക്ക് നോക്കിയാലോ? നോക്കാം. ഓക്കെ, ₹22,000 ആണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഗുഡ് വൺ. കാരണം ഐശ്വര്യക്ക് ഇതിനു മുമ്പ് 18 കിട്ടിയെന്നല്ലേ പറഞ്ഞത്. അപ്പൊ അവിടുന്ന് കേറിയിട്ടുണ്ട്. അപ്പം ഇനി വരുമ്പോ നിങ്ങൾ ഒരുമിച്ച് ഒരു ഗ്രൂപ്പായിട്ട് വരുവാണെങ്കിൽ, ഒരു ടീമായിട്ട് വരുവാണെങ്കിൽ കേറായി. ഒന്ന് ചിരിക്ക് നന്നായി പഠിക്കാണ്ട്. നീ വെറുതെ ടിക്ലാക്കല്ലേ, കിരീരിപ്പ് എടുത്തിരിക്കുകയാണ്. അത് കിരിയിരിപ്പ് കഴിഞ്ഞില്ല. അപ്പൊ ശ്വേതജി, കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെ പൈസ കൊടുക്കുകയാണ്. നന്ദിയുണ്ടേ. സൂപ്പർ. സന്തോഷായില്ലേ? സന്തോഷായി, ഹാപ്പിയായി. അപ്പൊ ഈ സന്തോഷം നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഓളത്തില് അങ്ങ് നിർത്താം ഞാൻ വിചാരിച്ചു. അതിനായിട്ട് നമുക്ക് ഇവിടെ ഇപ്പൊ നമ്മളൊരു പെർഫോമൻസ് കണ്ടല്ലോ, ഡാൻസ് പെർഫോമൻസ് ഇവരുടെ എന്ന് പറയുന്ന പോലെ. എനിക്ക് വിഷമിക്കണ്ട ചേട്ടാ, നമുക്ക് അഖിലിനെ അങ്ങേരെ ആക്കാം.
അഖിലിന്റെ ഒരു പെർഫോമൻസ് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ നാട്ടുകൂട്ടത്തിൽ നിന്നും ആർക്കാണ് താല്പര്യം അഖിലിന്റെ ഡാൻസ് കളിക്കാൻ വേണ്ടി? ഇത് ഓസ്ട്രേലിയയിലെ കുട്ടി വിളിച്ചാലോ? ഓസ്ട്രേലിയൻ ഗേൾ വായോ, അതാണ് വെരി ഗുഡ്, Super. അടിപൊളി. അത് തിരിച്ചല്ലേ അത് പിടിക്കാൻ പറ്റില്ല. അത് പോയി, എന്റെ കയ്യിൽ നിന്ന് പോയി. ഇതല്ലേ? കട്ടലിന്റെ പോട്ട് കുമേളാന്ന് വെച്ചപ്പോ അവള് എനിക്ക് ഈ പെർഫോമൻസ് കണ്ടിട്ട് ഇവർ ഇതിനു മുമ്പ് പ്ലാൻ ചെയ്ത് വന്നോലുണ്ട്. എനിക്ക് ഡൗട്ട് അതെ, നീ ശകലോടെ താമസിച്ചിരുന്ന പകുതി പാലവൻ കുടിച്ച് ആ കൊച്ചിനും കൊടുത്തു. എനിക്ക് ഡൗട്ട് ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ അഖിലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു. പക്ഷെ ഭയങ്കര സ്വീറ്റ് ആയിട്ടാട്ടോ ഡാൻസ് കളിച്ചത്. താങ്ക് യു സോ മച്ച്. ഭയങ്കര സ്വീറ്റ് ആയിരുന്നു ഡാൻസ്. പൊതുവെ സ്വീറ്റ് ആയിരുന്നു. അയ്യോ കൂടുതലാ ഷുഗർ ഇൻസുലിൻ ഇങ്ങനെ ആദ്യമായിട്ടാണോ ഇങ്ങനെ ഒരു പെർഫോമൻസ് ചെയ്യുന്നത്? അല്ല, സ്റ്റേജസ് ചെയ്തിട്ടുണ്ട്, ബട്ട് ലൈവ് പെർഫോമൻസിലായിട്ടുള്ള രീതിയിൽ mistake. ചിരിക്കുന്നത് വേറെ ഒന്നും കണ്ടില്ല. അഖിൽ ഇത്രയും നേരം സ്വീറ്റ് ആണ്. ഞാൻ പറയും, അല്ലാതെ കണ്ടില്ലേ? ഇങ്ങനെയാണ് ഇൻസുലിൻ എടുക്കണേ. അഖിലിനെ കൊന്നെങ്കിൽ നമുക്ക് ഇനി അടുത്ത പരിപാടിയിലേക്ക് പോവാം. പക്ഷെ എന്നാലും നിങ്ങളുടെ കൂട്ടത്തിലെ മിഡിക്ക് കുട്ടിയായിരുന്നു ശാലിനി. നല്ലൊരു കൈയടി ശാലിനി കേട്ടോ. ശാലിനി വെരി ഗുഡ്. അതുപോലെ തന്നെ ഞങ്ങളെ ചിരിപ്പിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും വരാം, സ്കിറ്റൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കുക. ചാർജുകൾ ഇങ്ങനെ തന്നെ കയറട്ടെ. Alright?